നമുക്ക് ഇന്ന് ലോഹങ്ങളെ കുറിച്ച് നോക്കാം. നിങ്ങൾ മെറ്റൽസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പരിചയമുള്ള ഒന്ന് രണ്ട് മെറ്റൽസിന്റെ പേര് പറയുന്നത് അലുമിനിയം, കാൽസ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ലോഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ തന്നെ നമുക്ക് ആദ്യം നിങ്ങളോട് ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഈ അലുമിനിയം എന്ന് പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ അലുമിനിയം തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞ് തരുന്ന അലുമിനിയം ആണോ? എങ്ങനെയായിരിക്കും ഈ അലുമിനിയം എന്ന് പറയുന്ന ലോഹത്തിന് ഒരു ഷീറ്റ് മാറ്റാൻ പറ്റുക? അലുമിനിയം എന്ന ലോഹത്തെ അടിച്ചു പരത്തി ഒരു ഷീറ്റ് രൂപത്തിലാക്കാം. ഇത്തരത്തിൽ അലുമിനിയത്തിന് മാത്രമേ ഷീറ്റാക്കാൻ പറ്റുള്ളൂ, മറ്റേതെങ്കിലും നമുക്ക് ഷീറ്റാക്കി മാറ്റാൻ സ്വർണ്ണത്തെ നമുക്ക് ഷീറ്റാക്കി മാറ്റാം. അങ്ങനെ ലോഹങ്ങളെ അടിച്ചു പരത്തി ഷീറ്റാക്കി മാറ്റാൻ കഴിയുന്ന ലോഹത്തിന്റെ സവിശേഷത പേരാണ് മാലിന്യം. ലോഹത്തിന്റെ ഒന്നാമത്തെ സവിശേഷതയാണ് മാലിന്യം. ഇനി ലോഹത്തിന് മറ്റേതെല്ലാം സവിശേഷതകളുണ്ട് നമുക്ക് നോക്കാം. ഇത് മാത്രമല്ലാതെ അലുമിനിയത്തിന് നമ്മൾ കമ്പികളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അലുമിനിയത്തിന് ഉപയോഗങ്ങൾ അപ്പോ ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാണ്, അലുമിനിയത്തിനെ എങ്ങനെയായിരിക്കും ഒരു കമ്പിയായിട്ട് നമുക്ക് വലിച്ചു നീട്ടി കമ്പിയാക്കി മാറ്റാനായിട്ട് പറ്റും? മറ്റേതെങ്കിലും ലോഹത്തിനെ ഇങ്ങനെ വലിച്ചു നീട്ടി കമ്പിയായി മാറ്റാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറൊരു ലോഹത്തിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ലോഹം ഏതാണെന്ന് അറിയാം? ടങ്സ്റ്റൺ വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു ലോഹത്തിന്റെ ഉദാഹരണമാണ്. പക്ഷെ നമ്മൾ ആഭരണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലോഹത്തിനെയാണ് സ്വർണ്ണമല്ലാതെ പറ്റുന്ന ലോഹം പ്ലാറ്റിനം. അത് പ്ലാറ്റിനമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വലിച്ചു നീട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ലോഹം. ഈ ലോഹത്തിനെ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹത്തിന്റെ സവിശേഷത വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. എന്താണ് ലോഹത്തിന് വലിച്ചു നീട്ടാൻ പറ്റുന്ന ലോഹത്തിന്റെ സവിശേഷത വിളിക്കുന്നത്? ഡക്റ്റിലിറ്റി. അപ്പോൾ ലോഹത്തിന്റെ രണ്ട് സവിശേഷതകൾ നമ്മൾ നോക്കി, മാലിന്യത്തിലേക്ക് ഡക്റ്റിലിറ്റി. ഇത്തരത്തിൽ നമ്മൾ ഒരു അലുമിനിയത്തിന് കമ്പിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന് മറ്റെന്തൊക്കെ കഴിവുകളുണ്ടായി? കറണ്ട് കടത്തി വിടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഇങ്ങനെ കടത്തി വിടാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാലകത. അപ്പൊ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവിനെ എന്ത് നമുക്ക് വിളിക്കാം? വൈദ്യുത ചാലകത. അപ്പോ അലുമിനിയത്തിന് വൈദ്യുത ചാലക കമ്പികൾ നമുക്ക് എന്തിനു ഉപയോഗിക്കാനായിട്ട് പറ്റും? അലുമിനിയത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ഇതുപോലെ അലുമിനിയം പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അലുമിനിയത്തിന്റെ എന്ത് സവിശേഷത ഉണ്ടായിരിക്കും നമുക്ക് അതിനെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്? താപം കടത്തിവിടാനൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? താപചാലകത എന്ന് പറയും. അപ്പോൾ അലുമിനിയത്തിനെ പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ അതിന് താപചാലകത എന്ന് പറയും. നമ്മളിപ്പോ ഈ ഒരു അലുമിനിയം ലോഹത്തിന്റെ ഉദാഹരണം വെച്ചാൽ വൈദ്യുത ചാലകതയും താപചാലകതയും പറഞ്ഞു. അലുമിനിയത്തിന് മാത്രമേ ഇക്കാര്യമുള്ളൂ? അല്ല, എല്ലാ ലോഹങ്ങൾക്കും പൊതുവായി വൈദ്യുത ചാലകതയും താപചാലകതയും. അപ്പൊ നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞു അലുമിനിയത്തിനെ പാത്രമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. താപചാലകത മാത്രം മതിയോ അലുമിനിയത്തിന് പാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി? പോരാ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മതിയാവുന്നത്? നമ്മൾ വെള്ളത്തിലേക്ക് അടുത്ത് വെച്ച് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം തിളയ്ക്കും. പക്ഷെ അലുമിനിയം പാത്രത്തിലേക്ക് ചൂടാക്കുമ്പോൾ അലുമിനിയം പാത്രം തിളയ്ക്കുന്നതാണ് ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലോഹം തിളയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും ലോഹം അങ്ങനെ തിളയ്ക്കാത്തത്? അതിന്റെ തിളനില കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെ? ഇങ്ങനെ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് തിളനില എന്ന് പറയുന്നത്. പേപ്പറിന്റെ കത്തിൽ വെച്ച് നോക്കിയാൽ പറ്റുമോ? ഇരുമ്പിന്റെ കത്തിൽ വെച്ച് നോക്കിയാൽ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും ഇരുമ്പിന്റെ കത്തിൽ വെച്ച് നോക്കിയാൽ പറ്റുന്നത്? അതിന് കട്ടി കൂടുതലാണ്. എല്ലാ ലോഹങ്ങൾക്കും കട്ടി കൂടുതലാണ്? അല്ല. കട്ടി കൂടിയ ലോഹങ്ങളുണ്ടോ? കൂടുതൽ കട്ടി കൂടിയ ലോഹങ്ങളാണോ കട്ടി കുറഞ്ഞ ലോഹങ്ങളാണോ? കട്ടി കൂടിയ ലോഹങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചോദിച്ചു, നമ്മൾ കരി പിടിച്ചിരിക്കുന്ന ഒരു അലുമിനിയം പാത്രത്തിന് സ്ക്രബ്ബർ എടുത്ത് തേച്ചാൽ എന്ത് സംഭവിക്കും? തിളക്കം വരും. എല്ലാ ലോഹങ്ങളും ഇങ്ങനെ കാഠിന്യം കൂടിയ വസ്തുവായിട്ട് തേക്കുമ്പോൾ തിളക്കം വരാറുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കട്ടി കുറഞ്ഞ ലോഹത്തിനെ മുറിച്ച് നോക്കുമ്പോഴായിരിക്കും. ഇങ്ങനെ കട്ടി കുറഞ്ഞ ലോഹത്തിനെ മുറിച്ച് നോക്കുമ്പോൾ അതിന് തിളക്കം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ലോഹങ്ങൾക്ക് തിളക്കം വരുന്ന ലോഹത്തിന്റെ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്.
പണ്ടത്തെ സ്കൂളിൽ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സ്കൂളിൽ പറയാമോ? തടി വെച്ച് ഒരു ലോഹത്തിൽ അടിക്കുന്നതായിരുന്നു നമ്മുടെ സ്കൂളിൽ. ഇതുമാതിരിയായിട്ട് പാത്രങ്ങൾ ചേർത്ത് വെച്ച് കൊട്ടിയ സൗണ്ട് കേൾക്കുക. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ലോഹങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാനുള്ള സവിശേഷത. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാനുള്ള ലോഹത്തിന്റെ സവിശേഷത വിളിക്കുന്ന പേരാണ് സോണോമെട്രി. എന്താണ് സവിശേഷതയുടെ പേര്? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സവിശേഷതകളെ പറ്റി ഒന്ന് പറയാമോ? പിന്നെ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയാണ് ഉള്ളത്. അപ്പൊ നമ്മളിന്ന് ലോഹങ്ങളുടെ സവിശേഷതകളെ പറ്റി പഠിച്ചത് എല്ലാവർക്കും